ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ ട്രക്കിങ്ങിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ നടന്നിട്ട് ഞാൻ ട്രക്കിങ്ങിന് പോവായിരുന്നു കേട്ടോ. അതായത് സൺഡേ ആയിരുന്നു നമ്മൾ ട്രക്കിംഗ് വരുന്നത്. February 22 അതായിരുന്നു നമ്മൾ ട്രക്കിംഗ്. സോ തലേന്ന് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചു. ട്രക്കിങ്ങിൻ്റെ ഇടുന്ന മോർണിംഗ് ഒരു 4:30 ഒക്കെ ആയപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് ലാസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ ഒരു ഓട്ട് മിൽക്ക് ഒക്കെ കുടിച്ചിട്ട് ഗെറ്റ് റെഡി ആയി. അപ്പം അവര് ട്രക്കിങ്ങിന് മുന്നേ കുറച്ച് പ്രീ റിക്വസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ഡ്രസ്സിങ്ങിന്റെ കേസിൽ. അതായത് കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രാക്ക് സ്യൂട്ട് വേണം, ഷൂസ് വേണം, അംബ്രല്ല വേണമെങ്കിൽ അംബ്രല്ല ക്യാരി ചെയ്യണം, ക്യാപ്പ്, സൺഗ്ലാസ്, ടീഷർട്ട് അവർ പ്രിഫർ ചെയ്യുന്ന ഫുൾ സ്ലീവ് ആയിരുന്നു. മേ ബി അത് നമ്മുടെ ഈ കാട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ സൈഡിൽ ഫുള്ള് മറ്റേ ഗ്രാസ് ഒക്കെ ഉണ്ടായിട്ട് നമ്മളുടെ ദേഹമൊക്കെ തട്ടി മുറിയും, അങ്ങനെ വെച്ചിട്ടായിരിക്കണം. അങ്ങനെ ഫുൾ സ്ലീവ് ആയിരുന്നു അവർ പ്രിഫർ ചെയ്തിരുന്നത്. സോ ഞാൻ അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബാക്ക് പാക്കിൽ ഏകദേശം 2 to 3 liters ഓഫ് വാട്ടർ ക്യാരി ചെയ്യാനായിട്ട് പറഞ്ഞു. 2 to 3 ഇല്ല, 2 ആണ് അവർ പറഞ്ഞത്. 2 ബോട്ടിൽസും മാക്സിമം 2 liters ഓഫ് വാട്ടറും കൂടെ ക്യാരി ചെയ്യാനായിരുന്നു അവർ തന്നിരുന്ന ഇൻസ്ട്രക്ഷനിൽ. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 3 ലിറ്റർ, അതായത് 3 ലിറ്റർ അല്ല കേട്ടോ, അതിൽ കൂടുതൽ വെള്ളം ഞാൻ കൊണ്ടുപോയി. കാരണം വലിയ ബോട്ടിൽസ് ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് ഞാൻ ആ ബാഗ് 2 ബോട്ടിൽസ് നിറയെ, പിന്നെ ബാഗിനകത്ത് സ്പേസ് ഉണ്ടായതുകൊണ്ട് ഞാൻ അത് കൊണ്ടുപോയി. പിന്നെ ബാഗ് ഞാൻ പുതിയൊരു ബാഗ് വാങ്ങിയത് കേട്ടോ, ഗിയറിന്റെ ബാഗാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പുതിയ ബാഗാണ്. അപ്പൊ അതിനകത്ത് കുറച്ച് നമുക്ക് അത്ര വെയിറ്റ് എനിക്ക് തോന്നിയതാണ്. 2000 റുപ്പീസേ ഉള്ളൂ ബാഗിന്, പക്ഷെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്, അത്രയും വെയിറ്റ് നമുക്ക് തോന്നിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ബാഗായിരുന്നു. അങ്ങനെ ഞാൻ ഏകദേശം റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. നമുക്ക് 5:45 ആയപ്പോഴാണ് അവർ വന്നത്. 6-നാണ് നമ്മളുടെ ആക്ച്വലി അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ 6 കഴിഞ്ഞൊരു 6:05 ഒക്കെ ആയപ്പോൾ അവിടെ ചെന്നു. 6:10, 6:15 ഒക്കെ ആയപ്പോഴേക്കും തമ്പാനൂരിൽ നിന്ന് ബസ് എടുത്തു. അങ്ങനെ അവർ വന്നു, ഞാൻ ബസ്സിൽ കയറി. ഞാൻ ഈ പറഞ്ഞ പോലെ 35 പീപ്പിൾ ആയിരുന്നു ഉണ്ടായിരുന്നു ട്രക്കിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ എല്ലാവരും തമ്പാനൂർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 5 to 6 ആളുകൾ കോട്ടൂരിൽ നിന്നാണ് കയറിയത്. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ തമ്പാനൂരിൽ നിന്ന് ഞങ്ങൾ ബസ്സിൽ കയറി നേരെ കോട്ടൂരോട്ടാണ് പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് ഇത് ലീഡ് ചെയ്യുന്ന 2 പേരുണ്ട്. ഒരാളെ സത്യയും പിന്നെ ആനന്ദും. അവർ 2 പേരാണ്. അപ്പൊ സത്യ ഇവിടുന്ന് വന്നില്ല, അവര് കോട്ടൂരിൽ നിന്നാണ് ആളും ജോയിൻ ചെയ്തത്. പിന്നെ ആനന്ദ് എന്ന് പറഞ്ഞ ഈ പയ്യനാണ് നമുക്കിതെല്ലാം പറഞ്ഞു തരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു തരുന്നത്. നിങ്ങളെ പേര് പറയുക, ഡീറ്റെയിൽസ് പറയുക, എന്നിട്ട് നിങ്ങളെ ഒരു വേർഡും കൂടി പറയുക. ക്ലിയർ ആവുന്നുണ്ടല്ലേ? ബാക്കിൽ ഒരു വേർഡും കൂടി പറയുക. അപ്പം ആ വേർഡ് അടുത്ത പറയുന്ന ആള് പുള്ളിക്കാരൻ്റെ മുന്നേ പറഞ്ഞ ആളുടെ പേരും വേർഡും പറയണം. അങ്ങനെ പറഞ്ഞ് ബാക്കിൽ ഇരിക്കുന്ന ആള് വരെ ആദ്യത്തെ ആളുടെ ഇത് പറയണം. കേൾക്കാനൊക്കെ പറ്റി കുഴപ്പമില്ല. അപ്പൊ ഇത്രയും പേരുടെ ഞാനിപ്പോ എൻ്റെ പേര് അരവിന്ദ്. ഇപ്പൊ ജേണി എന്നാണ് വാക്കെങ്കിൽ ഇപ്പം പുള്ളി പ്രവീൺ എന്ന എൻ്റെ പേര് അരവിന്ദ് എന്ന പേരും പറയണം. ഞാൻ പറഞ്ഞ ജേണി എന്ന വേർഡ് പറയണം. പുള്ളിയുടെ പേര് പ്രവീൺ എന്ന് പറയണം. പുള്ളി ഒരു വാക്കും പറയണം. അപ്പോൾ അടുത്ത പുള്ളി എൻ്റെ പേര് പറയണം, പ്രവീണിന്റെ പേര് പറയണം, എൻ്റെ വാക്കും പറയണം. പിന്നെ എൻ്റെ പേര് പറയണ്ട, വാക്ക് മാത്രം പറഞ്ഞാൽ നിങ്ങൾ. അത് ടാസ്ക് ചലഞ്ചിങ് ആക്കാല്ലേ? ഓക്കെ, എന്നാ പേര് വേർഡും കൂടി ചേർത്ത് എന്തായാലും പേര് അങ്ങനെ തുടങ്ങിയോ. നല്ല വിഷമുള്ള ഐറ്റമാണ്, അതുകൊണ്ട് അതൊന്ന് സൂക്ഷിച്ചോളുക. പിന്നെന്താ, അത് പിന്നെന്താ, നമ്മുടെ മോഡറേറ്റ് ആയിട്ട് കയറേണ്ടതാണ്. എല്ലാവർക്കും പരസ്പരം സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഈസി ആണെന്ന് ആദ്യമേ പറഞ്ഞ് കൊണ്ടുപോകുന്നില്ല. കാരണം നിങ്ങൾ അവിടെ എത്തി എൻ്റെ അടുത്ത് ചോദിക്കും, ഇതാണോ നീ പറഞ്ഞ ഈസി ട്രക്ക് എന്ന്. പിന്നെ എൻ്റെ അടുത്ത് ഇനി എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 3 വളം എന്നേ പറയത്തുള്ളൂ. വേറെ ഒന്നുമില്ല. ആൾ ദി ബെസ്റ്റ്.
നമുക്ക് അവിടെ എത്തിയിട്ട് കുറച്ച് ഓക്കെ, അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു കേട്ടോ. കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഞങ്ങൾ നെയ്യാർ ഡാമിനടുത്തുള്ള എലിഫന്റ് റിഹബിലിറ്റേഷൻ സെന്ററിലാണ് ചെന്നത്. പിന്നെ അവിടുന്ന് തന്നെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത്. അവിടുന്ന് തന്നെ നമ്മൾ ലഞ്ചിൻ്റെ ഒരു പാക്കറ്റ് തരും. അത് നമ്മൾ ടോപ്പിൽ കൊണ്ടുപോകണം. അതായത് കതിർമുടി ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വ്യൂ പോയിന്റ് ഒക്കെ കഴിഞ്ഞിട്ട്, ട്രക്കിംഗ് കഴിയില്ല, മീൻസ് വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഇരുന്ന് തന്നെ ലഞ്ച് കഴിക്കാം. തിരിച്ച് നമ്മൾ മീൻസ് കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. പിന്നെ ഇവിടെ ഇത് റെവലേഷൻ സെൻറ്റർ ആണെങ്കിൽ നമുക്ക് അതിന് ഒരുപാട് ആനയൊന്നും കാണാൻ പറ്റിയില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് അറ്റത്ത് ഒരു കൂട്ടിലൊരു ആനയെ കാണാം. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആനകളൊക്കെ അകത്തോട്ടൊക്കെ ആയിരിക്കും. നമുക്ക് അതിനകത്തോട്ടുള്ള എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെയാണ് നമ്മളുടെ വാഷ്റൂം വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ആന. ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ സൺഡേ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് എൻട്രി ഉണ്ടോയെന്നും അറിയില്ല. പിന്നെ ഇവിടെ കഫറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നൊന്നും കഴിച്ചില്ല. ആക്ച്വലി ഞങ്ങൾക്ക് അല്ലാണ്ട് തന്നെ നമ്മൾ ഈ ജേണി ക്രാഫ്റ്റ് ആണ് നമ്മൾ ഈ കൊണ്ടുവന്നത്. അവർ തന്നെ നമുക്ക് ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ടാണ് ഞങ്ങൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഈ വാട്ടർ റീഫില്ല് ചെയ്യാനും വാഷ്റൂമിൽ പോകാനും ഒക്കെ നമുക്ക് തിരിച്ച് ഇവിടെ വന്നിട്ടേ അവസരമുള്ളൂ. ഞങ്ങൾ ഈവനിങ് ഒരു 5:30 ആയപ്പോൾ ഇവിടെ എത്തിയെങ്കിലും അപ്പോഴേക്കും ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആയത്. ഞങ്ങളൊരു ചായയൊക്കെ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഇവിടെ എല്ലാ കടയും ക്ലോസ്ഡ് ആയിരുന്നു. പുറത്തുള്ള കടയും അതുപോലെ തന്നെ അകത്തുള്ള ക്യാൻറ്റീനും എല്ലാം ക്ലോസ്ഡ് ആയി. അവരുടെ ടൈം അത്രേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. വെള്ളം നമുക്ക് പിന്നെയും ടോപ്പിൽ ചെല്ലും മറ്റേ ഊറ്റൊക്കെ വെച്ചിട്ട് അവർ എടുത്ത് തരും. അത് ഒരു സ്ഥലത്തേ ഉള്ളൂ. എന്നാലും കൂടുതലും നമുക്ക് എല്ലാം ബാക്ക് ടു നോർമൽ ആവുന്ന ഈ ഒരു സ്ഥലത്ത് വന്നതിന് ശേഷമാണ്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടന്നു. പിന്നെ അവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ലഞ്ച് ഞാൻ പറഞ്ഞ ചെറിയൊരു പാക്കറ്റ് തരും. അത് നമ്മൾ അവിടെ കൊണ്ടുപോയി കഴിച്ചിട്ട് വേസ്റ്റ് ഒന്നും അവിടെ ഇടരുത്. അത് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരണം. ഒരാൾക്ക് 4 ഇഡ്ഡലി വെച്ചിട്ടാണ് കേട്ടോ അവർ തരുന്നത്. ഞങ്ങളെല്ലാവരും 2 എണ്ണേ കഴിച്ചോളൂ. കാരണം ഓവറായിട്ട് കഴിച്ചാലും നമുക്ക് കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവിടെ നടന്നു. പിന്നെ ഒരുപാട് ടൈം ഉണ്ടായിരുന്നില്ല അവിടെ നടക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് കയറണമായിരുന്നു. കറക്റ്റ് 9 തന്നെ ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത്യാവശ്യം നിങ്ങൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബാഗിനകത്ത് സൂക്ഷിച്ച് തിരികെ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഡംപ് ചെയ്യുക. അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഒരിക്കലും കാട്ടിനകത്ത് ഉപേക്ഷിക്കരുത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കരുത്. അതോടൊപ്പം തന്നെ പുകവലി, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇതൊന്നും അന്ന് അനുവദനീയമല്ല. നമ്മളിനിയിപ്പം അവിടെ ചെക്കിങ്ങൊന്നുമില്ല. എന്നിരുന്നാലും ഒന്ന് അഡ്വാൻസ് ആയിട്ട് പറയുക. പിന്നെ അതോടൊപ്പം തന്നെ ഗൈഡുമാർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. ഇനി പോകുന്നവർക്ക് എന്തെങ്കിലും പിന്നെ അത് ഒരു ചെക്ക് പോസ്റ്റ് പോയിന്റിലുള്ള ഒരു പോയിന്റ് ആയിരുന്നു. അവിടുന്ന് നമുക്ക് ഇതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. അവർ പറയുന്നത് 4 കിലോമീറ്റേഴ്സ് എന്നാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, മൊത്തത്തിൽ 8 കിലോമീറ്റേഴ്സോളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റോഡിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഭയങ്കര സ്ഥലം കുറവാണ്. മറ്റേ വണ്ടിയും കൂടെ ട്രാൻസ്പോർട്ട് ബസ്സും കൂടെ വന്നപ്പോഴേക്കും നമുക്ക് സ്ഥലം ഭയങ്കര കൺജസ്റ്റഡായി. പക്ഷെ ആ പോകുന്ന വഴി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഐ മീൻ കാടിൻ്റെ നടുക്കൂടെ ഒരു റോഡ്, അതിൽ പോകുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവിടുന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് ചെല്ലാനായിട്ട്. പരീക്ഷണാർത്ഥം ഇട്ട് നോക്കിയതാണ്, പക്ഷെ അത് കുറച്ച് ഓവറായി പോയി. അത് നല്ല സ്ഥലമാണ്. നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ലതാണ്. പിന്നെ മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റുന്ന അത്രയ്ക്ക് ഭയങ്കര അങ്ങനെയുള്ളൊരു സ്ഥലമൊന്നും അല്ല. ആളുകളും വീടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഒരു കുഗ്രാമല്ല, എന്താ പറയുക, ഭയങ്കര കാട് അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങളോട് ചോദിച്ചായിരുന്നു. ഇവിടെ കുറച്ച് ഈ ജേർണി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ടീമാണ് നമ്മൾ ഈ കൊണ്ടുപോകുന്നത്. സോ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇങ്ങനെ നിങ്ങൾ പോകുന്ന വഴിക്ക് മൃഗങ്ങളെയൊക്കെ കാണാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഇത് അതുപോലെ തന്നെ ഇതൊരു റീസെന്റ് ആയിട്ട് വന്ന ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് കുറെ ബാഡ്ജസ് തരും. ആ ബാഡ്ജസിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഞാനും ഇങ്ങനെ ഒരു ബാഡ്ജ് ചൂസ് ചെയ്തു.
പിന്നെ ഇത് ഏകദേശം എത്താറായി കേട്ടോ. ഈ എത്താറാവുമ്പോൾ അവിടെയുള്ള കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഗൈഡുകൾ താമസിക്കുന്ന വീടുകളാണ്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര പണ്ടത്തെ ഓല മേഞ്ഞ് ടാർപ്പയൊക്കെ പിടിച്ച് കെട്ടിയ കുറെ വീടുകളാണ്. അപ്പം അത് ഈ ക്യാമറയിൽ നമുക്ക് അത്രയ്ക്ക് കാണാൻ പറ്റില്ല, കുറച്ച് ദൂരെയാണ്. ഇത്രയും ഏകദേശം കണ്ടോ, ഇത്രയും ഒരു ഡിസ്റ്റൻസിലോളാണ്. ഇത് എനിക്ക് തോന്നുന്നു അവിടുത്തെ അംഗനവാടിയാണെന്ന് തോന്നുന്നു. അംഗനവാടി അല്ല, അംഗനവാടി അല്ല ഇത്. നമ്മൾ ഈ ചെന്ന് നിൽക്കുന്ന സ്ഥലം, അതായത് കതിർമുടി ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുത്തെ അംഗനവാടിയുടെ ഫ്രണ്ടിൽ നിന്നാണ്. അപ്പൊ അവിടെ കൊണ്ട് വണ്ടി നിർത്തി. അവിടുന്ന് പിന്നെ ഞങ്ങള് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. 5 പേർക്ക് വെച്ചിട്ട് ഓരോ ഗൈഡിനെ അവര് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യമേ ഗേൾസ് ബോയ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഗേൾസിനെ എല്ലാം ചേച്ചിയുടെ കൂടെ വിടാം, ബോയ്സിനെ അവരുടെ വിടാം, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. പിന്നീട് അതൊന്നും നടന്നില്ല. ഞങ്ങള് അങ്ങനെ മാത്രം പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് പിന്നെ എല്ലാരും കൂടെ ഒരുമിച്ചാണ് പോയത്. എനിക്കറിയാവുന്ന 2 പേരെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും നമുക്ക് പുതിയതായിട്ടുള്ള ആളുകളായിരുന്നു. നമ്മള് ഈ കൂടെ എന്നൊക്കെ പറഞ്ഞ ടീംസിൻ്റെ കൂടെ പോകില്ല, നമുക്ക് അറിയാത്തവരുടെ പോകുന്നത്. അത് ആക്ച്വലി നല്ലതാണ്, നല്ല രസമാണ്. കാരണം നമ്മളെ മൈൻഡ് ഓപ്പൺ അപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു എന്താ പറയാ, ഒരു അവസരം നമുക്ക് കിട്ടുകയാണ് എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഈ കതിർമുടി ട്രക്കിങ്ങിന്റെ കേസ് നമുക്ക് അറിയാത്തവരാണെങ്കിൽ നമുക്ക് ഒരുപാട് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ചെയ്ത ഒരു പ്രശ്നം എന്ന് വെച്ചാല്, എന്റെ മൈൻഡില് പെട്ടെന്ന് തീർക്കണം അങ്ങനെ ആയിരുന്നു. നമ്മൾ ഈ മാരത്തോണൊക്കെ ഓടുമ്പോൾ നമ്മളുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവില്ലേ, പെട്ടെന്ന് തീർക്കണം, പേസ് കീപ്പ്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റും ആയിട്ട് ഞാൻ പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കങ്ങനെ ഒരുപാട് പേരോട് സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും ഒരുപാട് ഫോട്ടോസിലും ഒന്നും കാരണം ഞാൻ ഈ ഗൈഡിന്റെ തൊട്ട് ബാക്കിൽ ഞാനുണ്ടായിരുന്നു. ഞാനാണ് ആക്ച്വലി ഈ ട്രക്കിങ്ങിൽ എവരുടെ കൂടെ ഫസ്റ്റ് കയറിയത് ആള് ഞാനായിരുന്നു. ഞാനും വേറൊരു പയ്യനെ ഉണ്ടായിരുന്നു. സോ അവൻ വെള്ളം എടുക്കാൻ എപ്പോഴും നിന്നു. അപ്പൊ ഞാനാണ് ഇങ്ങനെ ഗൈഡിന്റെ കൂടെ ഫസ്റ്റ് പോയി കയറിയതൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഞാൻ കയറിയല്ലോ ഫസ്റ്റ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി വേണ്ടായിരുന്നു. എല്ലാവരും കുറെ ഫോട്ടോസിലൊക്കെ എന്നെ മിസ് ചെയ്തു. അപ്പൊ ഞാൻ ചായോ എല്ലാരും കൂടെ ആയിട്ട് നിന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ ആ ഒരു മൊമെന്റ്സ് കിട്ടുമായിരുന്നു. പിന്നെ ഫൈൻ, ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ പോയി. പിന്നെ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും നമുക്ക് ബ്രേക്ക് ഉണ്ട് കേട്ടോ. അതായത് ഗൈഡ് അവിടെ നിൽക്കും, പിന്നെ എല്ലാവരും വന്നിട്ടേ മുന്നോട്ട് പോവുള്ളൂ. പിന്നെ ഇവിടെ ട്രക്കിങ്ങിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാമായിട്ട് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഉണ്ടാക്കും കേട്ടോ. എനിക്കിതിങ്ങനെ കേറിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ വിചാരിച്ചിരുന്നത് എടുത്തിട്ട് നല്ലതായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മള് കോട്ടും ഒക്കെ കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ചൂടല്ല, ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചൂടും ഒരുമാതിരിയായി. അപ്പൊ എല്ലാരും പറഞ്ഞു അതെന്തിനാ അത് ഇടുന്നേ, അത് റിമൂവ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് റിമൂവ് ചെയ്ത് പിന്നെ ടീഷർട്ട് മാത്രമായി. പിന്നെ അവര് രണ്ടുപേരും അടിപൊളിയാണ് കേട്ടോ. അവര് രണ്ടുപേരും അടിപൊളിയായിട്ട് കയറുന്നുണ്ടായിരുന്നു. ഭയങ്കര ഫാസ്റ്റ് ആണ്. അതിലെ ഷോർട്ടായിട്ടുള്ള ആള് നന്നായിട്ട് അത്യാവശ്യം നല്ല സ്റ്റാമിനയൊക്കെ ഉണ്ട്. ആള് നന്നായിട്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ കയറുന്നുണ്ടായിരുന്നു. ഞാൻ അവരെ ഇങ്ങനെ എന്താ പറയാ, അവരോടായിരുന്നു എൻ്റെ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ. പക്ഷെ നല്ലതായിരുന്നു. ഞങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് വന്നത്. പിന്നെ ഇത് കൂടുതലും സ്റ്റീപ്പാണ്, നല്ല സ്റ്റീപ്പായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 4 മീറ്ററേ ഉള്ളൂ നമുക്ക്. എനിക്ക് അങ്ങ് ഇത്രേ തോന്നി, 4 മീറ്റർ മാത്രമേ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുന്നുള്ളൂ, ബാക്കി എല്ലാം സ്റ്റീപ്പാണ്. എനിക്കത് സ്റ്റീപ്പിലൂടെ ഞാൻ വരുന്ന വീഡിയോസ് ഞാൻ കുറെ എടുത്തു. പക്ഷെ ഞാനത് എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴേക്കും എല്ലാം മറ്റേ ആകാശം കാണുന്ന വീഡിയോസാണ്, മര്യാദയ്ക്ക് ഒരു വീഡിയോ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതും കട്ട് ചെയ്ത് കളഞ്ഞത്. ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ 4th or 3rd റെസ്റ്റിംഗ് പീരീഡ് ആയിരുന്നു. ഇതൊരു മലയാണ് കേട്ടോ. മല മീൻസ് ഒരു വലിയൊരു പാറയാണ്. ആ പാറയുടെ താഴെയാണ് ഞങ്ങൾ റെസ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പൊ ഞാൻ അത് വീഡിയോ ആയിട്ട് എടുത്ത അടിപൊളി വലിയ പാറയായിരുന്നു. പിന്നെ കുറെ പേര് തളർന്നു. 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേ തളർന്നവരുണ്ട്. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു എന്ന് പറയുന്ന
ഇതായിരുന്നു കറക്റ്റ്. കാരണം ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്മൈൽ. ആള് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരെല്ലാരെയും കുറെ പേര് പോണം പാതിയപ്പം പോവാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവള് കുറെ കൂടെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് കയറുകയായിരുന്നു ഓരോ പടവുകളും. പിന്നെ എനിക്ക് തോന്നിയത്, ഞാൻ തിരിച്ചിറങ്ങുന്നതിന്റെ വീഡിയോ എടുത്തില്ല. അപ്പോഴേക്കും എൻ്റെ ഫോണിന്റെ ഗാലറി ഒക്കെ ഫുള്ളായി, ചാർജൊക്കെ മൊത്തം തീർന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ചുള്ള വീഡിയോ എടുത്തില്ല. പിന്നെ എനിക്ക് തോന്നിയത് അങ്ങോട്ട് കയറുന്ന അത്രയും ടൈം വേണ്ട ഇങ്ങോട്ട് വരാം. ഏകദേശം ഞങ്ങള് 9 സ്റ്റാർട്ട് ചെയ്തിട്ട് 9:30ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 1-നാണ് ഞങ്ങൾ ടോപ്പിൽ എത്തുന്നത്. അതായത് 3 to 4 hours ആണ് നമ്മൾ എടുത്തത്. തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ 130 hours അത്രേ എടുത്തോളൂ. 1 hour 30 minutes അത്രയും മാത്രമേ നമ്മൾ എടുത്തോളൂ. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഇതുപോലെ കയറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്, നമുക്ക് പിടിച്ച് കയറാനായിട്ട്. ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. എല്ലാ രീതിയിലും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ മാനേജ് ചെയ്തെടുത്തരാം. അതുകൊണ്ടാണ് എൻ്റെ കുറേ ക്ലിപ്സ് എടുത്തെങ്കിലും മിക്ക ക്ലിപ്സും മറ്റേ ആകാശം കാണുന്ന ക്ലിപ്സാണ്. ഒന്നും മര്യാദക്കില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്റ്റീപ്പ് കഴിഞ്ഞ് നമ്മൾ ചെന്ന് കയറുന്ന ഏരിയ, അവിടെ നല്ലൊരു പാറയുടെ മുകളിൽ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല നമ്മൾ വ്യൂ കാണുന്നത് ഏകദേശം എനിക്ക് അറിയായിരിക്കും, എന്നാലും എനിക്ക് തോന്നുന്നത് ഭയങ്കര വാവ് ഫാക്ടർ. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ പോവാം. അതുകൊണ്ട് ഭയങ്കര നല്ലൊരു വ്യൂ കാണാനാണ് നമ്മൾ പോകുന്നതെന്ന് വെച്ചപ്പോൾ അത്രയ്ക്ക് നല്ല വ്യൂ ആയിരുന്നു. അത്രയ്ക്ക് ഭയങ്കര ഒരു വ്യൂ ഒന്നും അല്ല. പിന്നെ ട്രക്കിങ്ങിനെ ഓവറോൾ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ്സ് ഹാർഡ്. ഈസി ട്രക്കിംഗ് ഒന്നും അല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള ട്രക്കിംഗ് തന്നെയാണ്. എനിക്ക് പിന്നെ സോഡിയം ഒക്കെ നന്നായിട്ട് കുറയുന്നുള്ള പ്രശ്നം ഉണ്ടായിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് ഫുള്ള് വാളുവെപ്പ് ഛർദിലും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ. നല്ല വാളിച്ചു, വാളുവെപ്പ് ഛർദിലും എന്താണല്ലോ ഭയങ്കരമായിട്ട് തല കറങ്ങി. അതായത് ഞാൻ എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് സോഡിയം കുറഞ്ഞു, അത് പ്രഷർ കുറഞ്ഞു, എന്താണോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് കയറുന്ന വഴിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ആംഗ്ലെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആംഗ്ലെറ്റ് ഇട്ടത് കൊണ്ട് ഈ ഷൂവിന്റെ ഒരു പ്രശ്നം, അതായത് ഈ ആംഗ്ലെറ്റും സോക്സും ഷൂവും കൂടി ഇങ്ങനെ ഒരഞ്ഞിട്ട് അത് ഭയങ്കര പെയിൻ ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ നമ്മൾ എത്തുന്നത്. അത്യാവശ്യം നല്ലൊരു കാഴ്ചയായിരുന്നു. നല്ലൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല കേട്ടോ, കുറച്ചുകൂടെ മുകളിലോട്ട് പോകുമ്പോഴാണ് അവിടെ ഇരിപ്പുണ്ട്. അതൊരു മഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റിയ ഒരു സ്ഥലം. അത്യാവശ്യം നല്ലൊരെണ്ണമായിരുന്നു. പിന്നെ അവിടുന്ന് കുറെ പേര് ഫോട്ടോസ് ഒക്കെ എടുത്തു, കുറെ പേര് വെറുതെ ഇരുന്നു റെസ്റ്റിംഗ് ഒക്കെ എടുത്തു. അതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് വ്യൂ പോയിന്റിലോട്ട് ചെല്ലുന്നത്. നമ്മള് സാധാരണ റെസ്റ്റിംഗ് ടൈം കിട്ടുന്നതിന്റെ അത്രയും അവർ തരൂല കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മുകളിൽ എത്തിക്കണം. അതുപോലെ തന്നെ മാക്സിമം ഫസ്റ്റിലവർക്ക് താഴെ എത്തിക്കണം. ഈ മഴയൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെയും ഇവർക്ക് പെട്ടെന്ന് താഴെ എത്തിക്കണം, അങ്ങനെ ഒരു അതുണ്ടായിരുന്നു. പിന്നെ രാത്രിയാവും, അങ്ങനെയൊക്കെ കുറെ കൺസേൺസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ ടോപ്പിൽ നമ്മൾ എത്തിയതിന് ശേഷം നമുക്ക് ഒരുപാട് ടൈമൊന്നും അവർ തന്നില്ല, കുറച്ച് ടൈം. പിന്നെ ആ ടൈമിന്റെ ആവശ്യമുള്ളൂ അവിടെ, കാരണം നമ്മൾ അവിടെ ഇരുന്നാണ് ഫുഡൊക്കെ കഴിക്കാനൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് അവിടെ ഇരുന്ന്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ കുറെ നേരം വ്യൂ കാണും. പിന്നെ നമുക്ക് അവിടെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വലിയ കാര്യത്തിലൊന്നുമില്ല. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞ പോലെ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് കുറേ പേരെ ഞങ്ങൾ കണ്ടു വെള്ളം ചോദിച്ചിട്ട്. ഓക്കെ, അങ്ങനെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞ ആ ഫസ്റ്റ് വ്യൂ പോയിന്റിലെ വ്യൂ. നല്ല കുറെ മല പോലുള്ള സ്ഥലങ്ങളും നല്ലൊരു മഞ്ഞും, പിന്നെ ഭയങ്കര തണുപ്പൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അത്യാവശ്യം ഒരു തണുപ്പ്. പിന്നെ നമ്മൾ ഇത്രയും കയറി വന്നില്ലേ, കയറ്റമൊക്കെ കയറി ആകെ വിയർത്ത് മുഷിഞ്ഞിരുന്നിട്ട് ഈ ചെറിയൊരു തണുപ്പ് കൊള്ളുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. വ്യൂ പോയിന്റ്സിലുള്ള എല്ലാം കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആണ്, ഇത്രയും സ്റ്റീപ്പ് ഇല്ല.
സ്റ്റീപ്പ് നമ്മൾ ഫസ്റ്റ് ഒരു 2-3-4 കിലോമീറ്റർ വരെ നല്ല സ്റ്റീപ്പാണ്. പിന്നുള്ള 1 കിലോമീറ്റർ അത്ര സ്റ്റീപ്പില്ല, നമുക്ക് കയറി പോവാനും പറ്റുന്നതൊക്കെയാണ്. പിന്നെ മെയിൻ ഒരു നല്ല കാര്യം ട്രക്കിംഗ് നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴാണ് ഇത്രയും ഹെക്ടിക് ആവുന്നത്. തിരിച്ചു വരുമ്പോൾ ഇറക്കമാണ്, ഓടി 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 പോരാം. അപ്പൊ അതുകൊണ്ട് അത് തിരിച്ചിറങ്ങുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ്. അവിടുന്ന് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നിട്ട് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 3 ടീംസിനെയാണ് കണ്ടത്. 2 KSRTC ടീമും 1 ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ട്രക്കിങ്ങിന് ഉണ്ടായിരുന്നത്. സോ ഈ KSRTC ടീമിലെ ആളുകൾ അവരായിരുന്നു ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് അധികം വെള്ളമുണ്ടോ, ബാലൻസ് വെള്ളമുണ്ടോ തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആക്ച്വലി ആരുടെയും കയ്യിൽ ഇല്ല. പിന്നെ എല്ലാവരും കുറേശ്ശെ കൊടുത്തു. എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഒരാൾക്ക് കൊടുത്തു. പിന്നെ ഒരു കുറച്ച് കുടിച്ചിട്ട് ഇങ്ങനെ തന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഞാനൊരു 3 ബോട്ടിൽസ് ക്യാരി ചെയ്തുകൊണ്ടായിരിക്കും എൻ്റെ കയ്യിൽ ഇനഫ് വാട്ടർ വന്നത്. അതുപോലെ തന്നെ നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9 ആണ്. ഈ ഒരു 9 തന്നെ ഞങ്ങൾ കയറാനായിട്ട് നോക്കി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വന്നത്. അതല്ല, നമ്മൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവർ കയറുന്നെന്ന് പറയുമ്പോൾ 1 o'clock ആ സമയത്തൊക്കെ കയറാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. സീരിയസ്ലി നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ആ സമയത്തൊക്കെ. സോ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ മാക്സിമം ആ ഒരു സമയം കീപ്പ് ചെയ്യാനും ഐ മീൻ നന്നായിട്ട് ഒക്കെ ഇരിക്കുക. ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കേസും കൂടിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നി ഭയങ്കരമായിട്ട് ഷേക്ക് ആവുന്നുണ്ട്. കാരണം അത്രയ്ക്കും ഞാൻ ടയേർഡായി എന്ന് വെച്ചാൽ എന്താ പറയുക, ഭയങ്കര തളർന്ന് വീണു എന്നല്ല, പക്ഷെ ഞാൻ അത്യാവശ്യം ടയേർഡായി. എനിക്ക് ബോഡി പെയിനും ഒന്നും പിറ്റേന്നില്ലായിരുന്നു. വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ബോഡി പെയിനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ടയേർഡായി. ഇത് ഞാൻ ഇങ്ങനെ സെക്കൻഡ് വ്യൂ പോയിന്റിൽ ഇരുന്നപ്പോൾ ചുമ്മാ ഞാൻ ആദ്യം വന്ന് ഇരുന്നല്ലോ, അപ്പൊ എല്ലാരും വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് ഞാൻ ചുമ്മാ തോന്നിയ ഒരു ട്രിക്കാണ് ഇങ്ങനെ കാലിന്റെ ഷൂ ഒക്കെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് അത് അകത്തുമ്പോ ഇങ്ങനെ ഇത് കാണിക്കാന്നൊക്കെ വെറുതെ. പിന്നെ അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നു. ഈ ഒരു പോയിന്റ് സെക്കൻഡ് വ്യൂ പോയിന്റ് ഞങ്ങൾ കുറച്ചധികം നേരം നിന്നു. എല്ലാവരും വരാനായിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. എല്ലാവരും വരാനായിട്ട് തന്നെ കുറച്ച് സമയം എടുത്തു. പിന്നെ എല്ലാവരും വന്നിട്ട് അവർ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത്. സെക്കൻഡ് വ്യൂ പോയിന്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ശാന്തവും സമാധാനവുമായിട്ടുള്ള വഴിയായിരുന്നു. ഞാനും എൻ്റെ ഗൈഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും പുറകെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതി എന്നുള്ളൊരു തോട്ടായതുകൊണ്ടായിരിക്കും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നടന്നു. ഇവിടെ ഈ സെക്കൻഡ് വ്യൂ പോയിന്റ് കഴിഞ്ഞു. തേർഡ് വ്യൂ പോയിന്റ് കഴിയുമ്പോൾ നമുക്കൊരു സ്റ്റീപ്പ് ഉണ്ട്. അത് വല്ലാത്തൊരു സ്റ്റീപ്പാണ്. പാറയിൽ കൂടെ ഇങ്ങനെ താഴോട്ട് പോകുന്നത്. അത് നമുക്ക് തിരിച്ചു കയറി വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം തിരിച്ചു കയറിയാൽ നമ്മൾ നല്ല ടയേർഡ് ആവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചു എത്താറായോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ എത്തി, ഓക്കെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അപ്പുറത്തൊരു മല കാണാം. ആ മലയാണ് ആക്ച്വലി കതിർമുടി. ഓക്കെ. പിന്നെ ഈ എവരും ഗൈഡ് ആയാലും എനിക്ക് 1.5 year ആയതുകൊണ്ടായിരിക്കും അവരും ആക്ച്വലി കുറച്ച് ടയേർഡ് ആവുന്നുണ്ട് കയറി വരുമ്പോൾ. കാരണം ഈ സ്റ്റീപ്പ് ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മളെ പോലെ ഈ ട്രക്കിംഗ് ഷൂസും അതൊന്നും ഇല്ല, പക്ഷെ അവരും കുറച്ച് ടയേർഡ് ആവുന്നു. ഇതൊക്കെ മറ്റേ ഞാൻ പറഞ്ഞ പോലെ KSRTC ടീംസ് ആണ് കേട്ടോ. അവര് കുറച്ചധികം സമയം എടുത്തു. കാരണം എനിക്കറിയില്ല, ഒരു ഫാമിലി ആയിട്ട് സ്ഥലം കാണാൻ വന്നതാണോ എന്ന് അറിയില്ല. എന്നിട്ട് ഈ ആന്റിമാരെ മൊത്തം പിടിച്ച് ട്രക്കിങ്ങിന് കയറ്റിയതാണോ എന്ന് അറിയില്ല. കാരണം ആന്റിമാർക്ക് ഇങ്ങനെ ട്രക്കിങ്ങിന് ഇപ്പം വരാൻ പറ്റുമോ, നല്ല ബുദ്ധിമുട്ടുണ്ട്. കുറേ പേര് അത് വെച്ചിട്ട് പറ്റുന്നില്ല, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരുടെ സ്ഥലം കാണാനായിട്ട് വന്നിട്ട് ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പം കയറിയതായിരിക്കും. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ സ്ട്രെയിറ്റ് കാണുന്ന മലയുടെ അങ്ങേ അറ്റത്താണ് കേട്ടോ നമുക്ക് ചെല്ലേണ്ടത്. അതാണ് നമ്മളുടെ കതിർമുടി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു കലാവിരുന്നിൽ ഞാനിങ്ങനെ എടുത്തേക്കാണ്. നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്കിത് എടുക്കാനായിട്ട്. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ നമ്മൾ ഈ കാണുന്ന ഈ സ്ട്രെയിറ്റ് കാണുന്ന ഈ മലയാണ്, പക്ഷെ അതിന് അപ്പുറത്തെ സൈഡിലാണ് നമ്മളുടെ ആ ഒരു വ്യൂ പോയിന്റ് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞില്ല, ഞാനും ഈ പയ്യനും ആയിരുന്നു
ഗൈഡിന്റെ കൂടെ നടന്ന് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പം വെള്ളം തീരാറായി. അപ്പൊ അവൻ വെള്ളം എടുക്കാനായിട്ട് അവിടെ നിന്നു. അതവിടെ ഉറവ എന്തോ ഉണ്ട് കേട്ടോ. പക്ഷെ പിന്നീട് അവര് പറഞ്ഞു അത് മറ്റേ ഈ കാട്ടുപോത്തൊക്കെ വന്ന് ആകെ നശിപ്പിച്ച് ചവിട്ടി തേച്ച് നശിപ്പിക്കാറുണ്ട്. അപ്പൊ ഒരുപാടടുത്ത് ഉറവയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ നിന്നൊന്നും അവര് വെള്ളം എടുത്തില്ല. ഈ ഒരു സ്പോട്ടിൽ നിന്ന് മാത്രമാണ് നമുക്ക് വെള്ളം എടുത്ത് തന്നത്. നല്ല തണുപ്പായിരുന്നു. ഞാൻ എന്റെ കുപ്പിയിൽ എടുത്തില്ല, കാരണം എന്റെ കുപ്പിയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ ഈ വെള്ളം നല്ല തണുപ്പായിരുന്നു, ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇതാണ് നമ്മളുടെ മെയിൻ പോയിന്റിലോട്ട് പോകുന്ന വഴി. ഇത് എല്ലാ മലകളും എല്ലാം കയറി കഴിഞ്ഞു. ഇതാണ് നമ്മളെ ലാസ്റ്റ് മല. ഈ ലാസ്റ്റ് മലയുടെ അങ്ങേ അറ്റത്താണ് നമുക്ക് കതിർമുടി കാണാൻ കതിർമുടി എന്ന് പറയുന്ന ഒരു ട്രക്കിംഗ് പോയിന്റ് എൻഡ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ കാണുന്നത് കുറെ ഐലൻഡ്സ് പോലുള്ള സ്ഥലങ്ങളാണ്. അത് നെയ്യാർ ഡാം ആണെന്നാണ് അവിടെ അവര് പറഞ്ഞത് കേട്ടോ. നെയ്യാർ ഡാം ആണെന്നാണ്. പിന്നെ ഈ മലയുടെ ഓപ്പോസിറ്റ് വേറൊരു മലയുണ്ട്. ആ മലയിൽ പോയി നമുക്ക് കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടുമെന്ന് നമുക്ക് തോന്നി. പക്ഷെ അവിടെ ട്രക്കിംഗ് ഒന്നുമില്ല. ട്രക്കിംഗ് ഒക്കെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് കുറച്ചുകൂടെ കാടാണ്. ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കാടാണ്. സോ ഫൈനലി വി റീച്ച്ഡ് അവർ പോയിന്റ്. ഇതാണ് കതിർമുടി ട്രക്കിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ വന്ന് കാണേണ്ട വ്യൂ പോയിന്റ്. ദിസ് ഈസ് അവർ വ്യൂ പോയിന്റ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭയങ്കര വാവ് ഫാക്ടർ ഇല്ല. ചിലർക്ക് കാണുമ്പോൾ നല്ലതായിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇതാണോ നല്ലതല്ല എന്ന് പറഞ്ഞു. പക്ഷെ നല്ലതല്ല എന്നല്ല, പക്ഷെ നല്ലയാണ്. ഓക്കെ ഫൈൻ. എനിവേ നല്ലതായിരുന്നു. നല്ല മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. ഇവിടെയാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ മലയുടെ കേസാണ് പറഞ്ഞത്. ഇവിടെ ചെന്നേക്കും കുറച്ചുകൂടെ വേറെ വ്യൂ കിട്ടുമായിരിക്കും. പക്ഷെ അവിടെ നല്ല കാടാണ് കേട്ടോ. അവിടെയൊക്കെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ ഇവിടുന്ന് തന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് പെയ്യെ ഞങ്ങൾ ഇറങ്ങി. പറഞ്ഞ പോലെ തിരിച്ചിറങ്ങിയതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ചാർജും ഒക്കെ കഴിഞ്ഞു. സോ എനിക്ക് കുറേ സമയം കിട്ടി, കാരണം ഞാൻ ആദ്യം ചെയ്തില്ല. അപ്പൊ എനിക്ക് കുറേ സമയം കിട്ടി. ഞാൻ കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പൊ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയില് ഈ ട്രക്കിങ്ങിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം വരാം കേട്ടോ. അപ്പം ബൈ ബൈ. ഇത് ഞാൻ തിരിച്ചു വരുമ്പോൾ ഉള്ളൊരു കോളാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ see you guys. Bye.